ഹായ് മക്കളെ, 2026 നീറ്റ് റിസൾട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അത്രത്തോളം സന്തോഷം തരാത്തൊരു നീറ്റ് റിസൾട്ടാണ്. കാരണം നിങ്ങളോടൊപ്പം ഉണ്ടാവേണ്ട 12 കുഞ്ഞുങ്ങൾ ഈ നീറ്റിൻ്റെ പുനഃപരീക്ഷ കാരണം നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നാലും ആത്മാർത്ഥമായി പഠിച്ച് റിസൾട്ട് വാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും, MBBS അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചുണ്ടാവുന്ന അഡ്മിഷൻ ഏത് കോളേജിലാണെന്നും, ചെറിയ കോളേജിൽ അല്ലെങ്കിൽ നമ്മൾ പറയാത്ത എയിംസ് പോലെ അല്ലാത്ത മറ്റു കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഞാൻ പുറകിലാവുമോ എന്നുള്ള ചിന്തയൊക്കെ അലട്ടുന്ന വിദ്യാർത്ഥികളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയാലും നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ ഈ കാലഘട്ടത്തിൽ ഏറെക്കുറെ സിമിലറാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് നിങ്ങളുടെ റിയൽ പെർഫോമൻസ് ആളുകൾ തിരിച്ചറിയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ആദ്യഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി MBBS ഈ വർഷം അഡ്മിഷൻ ലഭിക്കില്ല എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ അവസാന സമയം വരെ പോരാട്ടത്തിലായിരുന്നു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതോ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കലും നിങ്ങളിതിൽ തളരാൻ പാടില്ല. നമ്മൾ ഈ വർഷത്തെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അർജൻറ്റീനയെ പരിശോധിച്ചു കഴിഞ്ഞാൽ 85 മിനിറ്റോളം പുറകിലുണ്ടായിരുന്ന അർജൻറ്റീനയാണ് അവസാന സമയം തിരിച്ചു വരുന്നത്. ഒട്ടുമേ ആരും പ്രതീക്ഷിക്കാതെയാണ് അർജൻറ്റീനയുടെ തിരിച്ചുവരവ്. ആ തിരിച്ചുവരവിലൂടെ ആ സമയത്ത് അവരുടെ കോച്ച് സ്കലോണി ഗോളടിക്കുന്ന സമയത്ത് അവിടുന്ന് കരയുന്നൊരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം അവിടുന്ന് ഉല്ലസിക്കുന്ന സാഹചര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വരുന്ന ആ ഘട്ടത്തിൽ നിങ്ങളുടെ വിജയം കണ്ട് സന്തോഷിക്കാൻ, ആ കണ്ണുനീര് പൊഴിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു പറ്റം അധ്യാപകരാണ് നമ്മുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഏതൊരു ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കാൻ നമ്മൾ കൂടെ ഉണ്ടാവുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങളുടെ എഫേർട്ട് മാക്സിമം അതിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോഴും പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങളിപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഫ്യൂച്ചറിലെ ടീച്ചേഴ്സും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു.